വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജിൽ നിന്ന് വന്നിരിക്കുന്ന 3 വണ്ടിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. 3 വണ്ടി എന്ന് പറഞ്ഞെങ്കിൽ ഒരു വണ്ടി ഫുൾ ഇന്നോവ 2006 മോഡൽ ഫുള്ളായിട്ട് തന്നെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ വീഡിയോ ഫസ്റ്റ്, അതിനുശേഷം സ്വിഫ്റ്റിൻ്റെ വീഡിയോ ഉണ്ട്, അതിനുശേഷം ഒരു ഓൾട്ടോ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ഉണ്ട് കേട്ടോ. അങ്ങനെ 3 വണ്ടി നമ്മളുടെ ഗാരേജിൽ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുൾ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ വരുന്ന അലകൾ. നമ്മളൊരു വണ്ടി പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ഒരു ഗ്ലോ ഫിനിഷിങ്ങിലേക്ക് വരും. അതായത് ഗ്ലോസി ഫിനിഷിങ് കൂടുതലായിട്ട് വരും കട്ടിങ് പോളിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഈ ഒരു എടുത്തിരിക്കുന്ന ഷേപ്പ് ഇപ്പോൾ 2006 മോഡലാണ് ഈ ഒരു ഇന്നോവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2006 മോഡൽ ഇന്നോവ എങ്ങനെ വന്നാലും ഒരു 18 വർഷം 17 വർഷത്തിൻ്റെ അടുത്ത് വണ്ടി ഓടിയ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു 17 വർഷം വണ്ടി ഓടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ബോഡി ഷേപ്പ് ഔട്ടും കാര്യങ്ങളൊക്കെ നോർമൽ രീതിയിൽ എന്തായാലും ആയിട്ടുണ്ടാവും. അത് പ്രോപ്പറായിട്ട് ഷേപ്പും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഗ്ലോസി ഫിനിഷിങ് വരുമ്പോൾ സൈഡിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ അലമ്പായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ മാക്സിമം ഈ ഒരു വണ്ടിയുടെ പ്രോപ്പറായിട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി കംപ്ലീറ്റ് ആവുന്ന സമയത്ത്, ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഈ ഒരു വണ്ടിയുടെ അലോയ് വീൽ എന്ന് പറയുന്നത്. 2005 മോഡലിൽ ഇറങ്ങിയ ഒരു അലോയ് വീലാണ് ഈ ഒരു വണ്ടിയുടെ. 2006 മോഡലിൻ്റെ അലോയ് വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ടൈപ്പ് അലോയ് വീലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഈ വണ്ടി അപ്ഗ്രേഡ് ചെയ്ത സ്ഥിതിക്ക്, നമ്മൾ ഇത്രയും കൺവേർഷൻ ചെയ്ത് പെയിൻറ്റിങ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത സ്ഥിതിക്ക് ഈ ഒരു കസ്റ്റമറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അലോയ് വീൽ എന്തായാലും നമ്മുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ചെയ്തോളാനായിട്ട്. അത് പെയിൻറ്റ് ചെയ്യണോ നമ്മളോട് ചോദിച്ചിരുന്നു. പക്ഷേ ആ ഒരു ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെക്കുന്നേക്കാളും എപ്പോഴും ബെറ്റർ ആയിരിക്കാം അത് ചേഞ്ച് ചെയ്യണം തന്നെയാണ്. കാരണം അത് നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ 2006 നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പുതിയ ഒരു വണ്ടിയായിട്ട് തന്നെ എല്ലാവർക്കും ഫീൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ഗ്രേഡും കാര്യങ്ങളെല്ലാം ചെയ്യണത്. അപ്പോൾ ഈ ഒരു അലോയ് വീലിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പഴയ മോഡൽ വണ്ടി പുതിയ മോഡലിലേക്ക് ചേഞ്ച് ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ചേഞ്ച് ചെയ്യണതായിരിക്കും നല്ലത്. അത് ഈ ഒരു കസ്റ്റമറോട് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു നെഗറ്റിവിറ്റി തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് എടുത്ത് പറയുന്നത് കേട്ടോ. നമ്മുടെ സ്വിഫ്റ്റ് വന്നിട്ട് കുറച്ച് ദിവസമായി നമ്മുടെ ഗാരേജിലേക്ക് എത്തിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ പ്രൈമറും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബോഡി ഷേപ്പിങ് കാര്യങ്ങളും അതേപോലെ ചെറിയ രീതിയിൽ പാച്ച് വർക്കൊക്കെ ആയിട്ടാണ് സമയം എടുത്തത്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഏകദേശം ഈ ഒരു രീതിയിൽ നിൽക്കുന്നു. ഫുള്ളായിട്ട് നമ്മൾ പ്രൈമർ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ നടത്തി. അതിനുശേഷം ചെറിയൊരു ബ്ലാക്ക് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇനി രണ്ടാമത് കട്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ഷേപ്പിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് അടിച്ചിരിക്കുന്നത് ക്യാപ്സിയുടെ 2K പ്രൈമറാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് ബോഡി പ്രോപ്പർ ഷേപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മോഡൽ സ്വിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ആ വണ്ടിയാണ് ഫുൾ പെയിൻറ്റിങ് ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഒരു ലൈറ്റ് ഗ്രേ കളറായിരുന്നു. അതിനെ നമ്മൾ ഡാർക്ക് ഗ്രേയിലേക്ക്, കസ്റ്റമർ പറഞ്ഞു എനിക്ക് 2016 ഇറങ്ങിയ മോഡലിൻ്റെ ഡാർക്ക് ഗ്രേ വേണമെന്ന് പറഞ്ഞ കാരണം ഡാർക്ക് ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഫുൾ പെയിൻറ്റിങ് ബോഡി പ്രോപ്പറായിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതേപോലെ ഡാർക്ക് ഗ്രേയിലേക്ക് വണ്ടി ഫുൾ പെയിൻറ്റിങ് ചെയ്തു. വണ്ടിയുമ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഹെഡ്ലൈറ്റ് ഇത് ഡിസൈറിന് വരുന്ന ഹെഡ്ലൈറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇതിൻ്റെ ബ്ലാക്ക് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 ഹെഡ്ലൈറ്റ്, ഒരു ഹെഡ്ലൈറ്റ് ഓൾറെഡി കസ്റ്റമർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഫ്രണ്ടിലെ ബമ്പർ കസ്റ്റമർ പുതിയത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലെ ബമ്പർ അപ്പോൾ അത് പെയിൻറ്റ് ചെയ്ത് വെച്ച് ബാക്കിലെ ബമ്പർ പുതിയത് റീപ്ലേസ് ചെയ്ത് അങ്ങനെ വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഒരു 3 വണ്ടിയുടെ ഒരു വീഡിയോ ആയിരുന്നു. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഓൾട്ടോൻ്റെ വീഡിയോയും കണ്ടിരിക്കും. അത് ഫുൾ പെയിൻറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, അടിച്ച ഭാഗം മാത്രം ഒന്ന് വർക്ക് ചെയ്തെടുത്തു. അത് വൈകുന്നേരം നേരത്തെ ഡെലിവറി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇരുട്ടത്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. കാരണം നമ്മൾ ഒരു വണ്ടി കംപ്ലീറ്റ് ആയാലാണ് നമുക്കത് വീഡിയോസ് ഇടാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ചില സമയങ്ങളിലൊക്കെ വീഡിയോ ഡിലേ വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ വൈകി ഇടനേരത്തേക്ക് അങ്ങനെയൊക്കെ വീഡിയോ വരുമ്പോൾ വ്യൂസ് കുറവായിരിക്കും പൊതുവെ. ഇപ്പോൾ നമുക്ക് വ്യൂസും കുറവാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വ്യൂസ് ഉണ്ട്, യൂട്യൂബിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഫുൾ ലെങ്ത് വീഡിയോ കാണാനായിട്ട് ആർക്കും ക്ഷമയില്ലെന്ന് തോന്നുന്നുണ്ട്. കാരണം വ്യൂസ് പൊതുവെ ഒരു കുറവാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും